വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ കടന്നു വരൂ. യെസ് ഹായ് 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 യെസ് ഹലോ. നിങ്ങളെ കമന്റുകളൊക്കെ സാറ് കാണുന്നുണ്ട്. എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ വരിക, പെട്ടെന്ന് തന്നെ. അപ്പൊ ഇന്ന് ഇംഗ്ലീഷ് എക്സാം എഴുതി അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എഴുതിയിട്ടുള്ള മക്കളാണല്ലേ. സൈലത്തിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള എല്ലാ ആളുകളും പറയുന്നുണ്ട് സാർ ഇന്ന് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇന്ന് മക്കളെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, എല്ലാ ആൾക്കാർക്കും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ് റെഡി. കുറെ ആൾക്കാരുടെ കമന്റുകൾ കാണുന്നുണ്ട്. സാർ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. യെസ് റെഡി. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും ഇന്നത്തെ എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇംഗ്ലീഷ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് ഇനി മുൻപിലുള്ളത് അടുത്തത് പല ആളുകൾക്കും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ഇതുപോലെ ടഫ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദിയാണ്. ആ ഹിന്ദി നിങ്ങൾക്ക് ഇന്ന് സിമ്പിൾ ആക്കി തരാൻ വേണ്ടി ഹിന്ദിയുടെ ഏറ്റവും പുലിക്കുട്ടികളായിട്ടുള്ള 3 ആൾക്കാരാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ആ 3 ഫാക്കൽറ്റീസിനെ ഞാൻ വിളിക്കാം. അതിനു മുൻപ് ഇത്രയൊന്നും കൗണ്ട് കണ്ടാൽ പോരാ. ഇത്രയും കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും കണ്ടാൽ പോരാ. ആദ്യം തന്നെ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ പെട്ടെന്ന് തന്നെ പോയി വിളിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക. അവരെയും കൂടി, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യണം? ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവരെ കൂടി എന്ത് ചെയ്യുക? പെട്ടെന്ന് അവരെ കൂടി വിളിക്കുക. അവരെ ലൈവിന്റെ ഭാഗമാക്കി മാറ്റുക. പെട്ടെന്ന് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക? പെട്ടെന്ന് വിളിച്ചോ. കാരണം എന്താ അറിയോ, ഒരു 10 കേലേക്കൊക്കെ നമുക്ക് ആളുകളെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസിനെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അല്ലാതെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ വിളിക്കില്ല. ഒരു 10 കേലേക്ക് നമ്മുടെ ഒരു ലൈക്ക് ഈ പറയുന്ന ആളുകളുടെ യെസ് ഓക്കെ ഞാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ വരുന്നുണ്ട് 10K. യെസ് മക്കളെ, അങ്ങനെയാണെങ്കിൽ 10K എന്നല്ല, നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ എത്തി. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മക്കളാണ്. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇതുപോലെ റെക്കോർഡ് തിരിച്ചറിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എഴുതോ, വിളിച്ചോ. യെസ് റെഡി. വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒന്ന് പ്രസന്റ് കൂടി പറയണം. ഞാൻ ആരെ വിളിക്കണം? നിങ്ങൾ കാണാം 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. ആരെ വിളിക്കണം? ഫസ്റ്റ് ആരെ വിളിക്കണം മക്കളെ? നിങ്ങൾ പറയണം ആരെയാണ് വിളിക്കേണ്ടത്. ആരെ വിളിക്കണം? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 ആൾക്കാരുണ്ടല്ലോ. യെസ്, ബാബു സാറുണ്ട് മക്കളെ. ബാബു സാറുണ്ട്. അതേപോലെ തന്നെ നോക്കി മക്കളെ, അനസാറുണ്ട്. അതേപോലെ തന്നെ അല്ലേ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരാളുണ്ട്. അയാളെ കുറിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. യെസ്, ആരായിരിക്കും? യെസ് അത് വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹ മിസ് ആണ്. യെസ് മക്കളെ, നിങ്ങളെ വെയിറ്റ് ചെയ്ത് സ്നേഹ മിസ് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സ്നേഹ മിസ് കമാൺ. ഹിന്ദിയുടെ എക്സാം വരുന്നത്. ഒന്നും നോക്കണ്ട, നമുക്ക് അടിപൊളിയാക്കാനുള്ള സെറ്റാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും. എത്ര ചാപ്റ്റർ ഉണ്ട് മിസ് ഇതിൽ പഠിക്കേണ്ടത്? നമുക്ക് ആകെ 4 ചാപ്റ്റർ പഠിക്കാം. 4 ചാപ്റ്റർ ആണ്. ഈ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണോ? കംപ്ലീറ്റ് ആയിട്ട് മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കടാ. നിങ്ങൾ ഈ കാണുന്ന 4 ചാപ്റ്റർ നിങ്ങൾക്ക് ഇതാ ഇനിയിപ്പോ സമയം ഇപ്പൊ നമുക്ക് ഇപ്പം 7:15 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ മിസ് എന്തായാലും ഇന്നൊരു ചാപ്റ്റർ പഠിക്കാൻ നിന്നേ ഒരു കുട്ടി ഫുള്ള് വായിക്കാൻ നിന്നാലും ഏകദേശം എത്ര മണിക്കൂറൊക്കെ വേണ്ടി? കുറച്ച് വേണ്ടി വരും. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിന്നാൽ, നിങ്ങൾ സ്വന്തം പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പാതിരാത്രി വരെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുമേലെ വെച്ച് നിൽക്കുക. അത് മാത്രമല്ല സാർ, വേറൊരു പ്രശ്നമുണ്ട്. നോട്ട്സ് ഇല്ല. നമ്മുടെ ഹിന്ദി ലാംഗ്വേജിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താ അറിയോ? നോട്ട് കിട്ടാത്തതാണ്. ഡയറി, ലെറ്റർ, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടമാന സാധനങ്ങൾ ഒരുപാടുണ്ട്. മക്കൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്നത്തെ ലൈവിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വന്നിരുന്നാൽ മതി അല്ലേ. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുള്ള് 4 ചാപ്റ്റർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കും. അതിന്റെ നോട്ട്സ് കാര്യങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യും? നമുക്ക് സെറ്റ് ആക്കി. അതെ, അപ്പൊ നമ്മൾ സ്വന്തം പഠിക്കാൻ പറയല്ലോ. സ്വന്തം പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് കുറെ ഏരിയാസ് നമുക്ക് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ ആൾക്കാരും ഉടനെ തന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെയ്യുക. നമ്മൾ പറഞ്ഞപ്പോഴേക്കും മിസ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? വിളിക്കുന്നുണ്ട്. 13K ഒന്നും കണ്ടാ പോരെ, നമ്മൾ 20Kയുടെ മുകളിൽ എന്തായാലും നമുക്ക് എത്തി. നമ്മൾ 8ാം ക്ലാസ്സിലെ മക്കൾ അവരെന്തായാലും ചെയ്യും. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്ത് കൊടുത്തിട്ട്